ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൗസ് വൈഫായിട്ട് മാത്രം ജീവിക്കുന്ന വീട്ടമ്മമാരില്ലേ, അവർക്ക് അവർ ഈ വീട്ടിൽ ചെയ്യുന്ന ജോലികൾക്ക് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലും കിട്ടുന്നുണ്ട്? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. കാരണം ഈ പോക്കറ്റ് മണി എന്ന് പറയുന്ന സംഭവം പിന്നെ തന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഈ തന്ന ആൾ പിന്നെ ചോദിക്കാനോ പറയാനോ നിൽക്കാത്ത ഒരു പോക്കറ്റ് മണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. പോക്കറ്റ് മണി കൊടുക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്, എനിക്കറിയാം. പക്ഷേ ഈ പോക്കറ്റ് മണി അവരുടെ കയ്യിൽ എത്രയുണ്ടെന്നുള്ളത് ഇവർക്ക് കണക്കുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇവർ അതുകൂടി കണക്കാക്കും. ഞാൻ ഇത്രയും രൂപ അവൾക്ക് കൊടുത്തിട്ടുണ്ട്, ആ രൂപ അവളുടെ കയ്യിലുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് പൈസക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവളോട് ചോദിക്കാം എന്ന രീതിക്ക് പൈസ കൊടുക്കുന്ന ആണുങ്ങളുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. കൂടുതലും അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് എൻ്റെ ഫാദറിനെ കുറിച്ചാണ്. ഞാൻ കുട്ടിയായിരുന്ന ആ സമയം മുതൽ, അതായത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ, ഞാൻ തീരെ കുട്ടിയായ സമയത്ത് വരെയും ഒബ്സർവ് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. അതെനിക്ക് പണ്ട് മുതലേ അങ്ങനെ ഒരു ശീലമുണ്ട്. എല്ലാം സൈലൻ്റായി നോക്കി കണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. വളരെ കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നിയാൽ ഒരിക്കലും ഞാനത് എൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് കുട്ടിക്കാലം മുതൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ, ഭാര്യ, അതായത് എൻ്റെ അമ്മ, പിന്നെ ഫാദറിൻ്റെ അമ്മയുണ്ട്. ഈ അമ്മയ്ക്കും ഭാര്യയ്ക്കും ജോലി ചെയ്യുന്ന പുള്ളി ഒറ്റക്കാണ് ജോലി ചെയ്യുന്നത്. ആ ജോലിയുടെ ഒരു ഓഹരി 2 പേർക്കുമായിട്ട് വീതിച്ച് കൊടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഡെയിലി കൊടുക്കും. ഡെയിലി, അതായത് ഞങ്ങൾ ബിസിനസ്സുകാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല, നമ്മൾ ഒരു ജോലിക്ക് പുറത്ത് പോയിട്ടുള്ള ശീലം എൻ്റെ കുടുംബത്തിലില്ല. അപ്പോൾ എൻ്റെ ഫാദർ ചെയ്തിരുന്ന ജോലി ബിസ്ക്കറ്റിൻ്റെ ഡൈസ് ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ഡൈ വർക്ക് എന്നാണ് പറയണത്. പണ്ടത്തെ കാലത്ത് മെഷീനറീസ് ഒന്നും അല്ല, ബിസ്ക്കറ്റ് ഓരോന്നും ഇങ്ങനെ അച്ചുകൊണ്ട് ഇങ്ങനെ നെക്കി എന്തോ എടുക്കുന്ന ഒരു ഏർപ്പാട്, അങ്ങനത്തെ ഒരു സംഭവമാണ് എൻ്റെ ഫാദർ ഉണ്ടാക്കി ഞാൻ കണ്ടേക്കുന്നത്. അതൊരു മരത്തിൻ്റെ ഒരു വലിയൊരു പീസുമേൽ ഈ പിച്ചളയുടെ ബിസ്ക്കറ്റില്ലേ, നമ്മൾ എന്ത് ബിസ്ക്കറ്റും മേലെ ഒരു ഡിസൈനും അതിൻ്റെ ഇപ്പോൾ പാർലേജി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവൂലേ, ആ സംഭവം കൈ കൊണ്ട് കൊത്തിയെടുക്കുക ചെയ്യണത്. പിച്ചളമേൽ കൈ കൊണ്ട് കൊത്തി, സാധാരണ മാനുവലായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് മെഷീനറീസ് ഒക്കെ ഉണ്ട് വീട്ടിൽ, കൈവച്ച് തന്നെ ചെയ്ത് എടുക്കുന്ന. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു ജോലിയായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴൊക്കെ മെഷീനാണല്ല, ബിസ്ക്കറ്റ് ഒക്കെ നിമിഷം നേരം കൂടെ 1000 ബിസ്ക്കറ്റ് വരും. മറ്റേത് അങ്ങനെയല്ല, ഓരോരോ ബിസ്ക്കറ്റാണ് അവർ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബിസ്ക്കറ്റ് ഡൈ ഉണ്ടാക്കുന്ന ഒരു വർക്കായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ഓർമ്മയുണ്ട് എനിക്ക് ചെറുപ്പത്തിൽ അത് ചെയ്യുന്നതൊക്കെ. വളരെ സൂക്ഷ്മമായിട്ടിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ബിസ്ക്കറ്റ് മേലുള്ള ഡിസൈനുകൾ, അതിൻ്റെ പേരുകൾ, ഇതെല്ലാം കറക്റ്റായിട്ട് കൊത്തണം. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നത് ആയിരുന്നു എൻ്റെ ഫാദറിൻ്റെ ജോലി. അങ്ങനെ അത് ഒരു കലാബോധമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയൊരു ജോലിയാണ്. കലാബോധം ഇല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ, അങ്ങനെ പല പല ഡിസൈനുകൾ ഈ ബിസ്ക്കറ്റിൽ എന്താ വേണ്ടതെന്ന് അവർ പറയും. അതിൻ്റെ രീതിക്ക് നമ്മൾ തെറ്റുകൂടാതെ അത് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ ഓരോ എത്ര രൂപ വെച്ചിട്ടാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ 2 പേർക്കും കൊടുക്കും. എല്ലാ ദിവസവും എന്താ വരുമാനം കിട്ടണത് അതിനകത്ത് നിന്ന് ഉള്ള ആ ഒരു പൈസ 2 പേർക്കും കൊടുക്കും. കൊടുത്താൽ പിന്നെ അപ്പച്ചനത് മറന്ന്, പിന്നെ അതിനെക്കുറിച്ച് ഒരു ചോദ്യങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടല്ലോ, അതെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ, അങ്ങനെയുള്ള ചോദ്യങ്ങളില്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സഹോദരങ്ങളും അവരുടെ ബന്ധുക്കളും അങ്ങനെ ഒരുപാട് ബന്ധുക്കളുള്ള ആളാണ്. അപ്പോൾ അമ്മയുടെ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ അപ്പച്ചൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആ പൈസ അമ്മക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാം, അതിനൊരു ചോദ്യമില്ല. അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മക്ക് ആ പൈസ കൊണ്ട് യാതൊരു ചിലവുമില്ല. കാരണം വീട്ടിലെ മൊത്തം ചിലവുകൾക്ക് വേണ്ട എല്ലാം അപ്പച്ചനെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പൈസ എടുത്തിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ പൈസ എല്ലാം അമ്മയുടെ കയ്യിലിരിപ്പ. അങ്ങനെ
അമ്മ വല്ലപ്പോഴും അമ്മയുടെ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ പൈസ എടുത്തിട്ട് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചോദ്യമോ ഒന്നുമില്ല, ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെന്നിട്ട് അവിടെ ഇപ്പൊ കുട്ടികളുണ്ടാകാം, പ്രായമുള്ള അവരുണ്ടാകും, ഓരോ വീടുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമല്ലോ, ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കുറച്ച് ദിവസം നിന്നിട്ടൊക്കെ ആയിരിക്കുള്ളൂ വരണത്. അപ്പം അങ്ങനെയൊക്കെ അവിടെ ചെല്ലുമ്പോൾ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടിയിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അമ്മക്ക് അമ്മുമ്മയുണ്ടല്ലോ, അപ്പച്ചൻ്റെ അമ്മയുണ്ടല്ലോ, അപ്പച്ചൻ്റെ അമ്മയ്ക്കും അങ്ങനെ ചിലവുകളൊന്നുമില്ല. കാരണം വീട്ടിൽ ഇരിക്കുന്നവരാണ്, അവർക്ക് വേറെ ചിലവുകളൊന്നുമില്ല. അപ്പച്ചൻ ഒറ്റ മകനുമാണ്, വേറെ മക്കൾ വരിക അല്ലെങ്കിൽ വേറെ കുട്ടികൾക്ക് കൊടുക്കുക അങ്ങനത്തെ ഒരു ഇടപാടുമില്ല. അപ്പച്ചൻ ഒറ്റ മോനായതുകൊണ്ട് തന്നെ വേറെ ആർക്കും കൊടുക്കാനില്ല. അതും അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെരുന്നാളുകൾ വരും, നമ്മൾ പള്ളി പെരുന്നാളുകൾ, അങ്ങനെയുള്ള ഓരോ പെരുന്നാളുകൾ വരുമ്പോഴാണ് ഈ അമ്മ നമുക്ക് ഈ അപ്പച്ചൻ തന്നേക്കുന്ന പൈസക്കകത്തുനിന്ന് നമുക്ക് പേരക്കുട്ടികൾ, ഞങ്ങൾ 4 മക്കൾ, 4 പേരക്കുട്ടികൾ, എല്ലാവർക്കും അതിനകത്തു നിന്നാണ് പൈസ എടുത്ത് തരണത് കേട്ടോ. അപ്പോൾ അത് പുതിയ നോട്ട് അപ്പച്ചന് നിർബന്ധമാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ പുതിയ നോട്ടുകളൊക്കെ കൊടുക്കുകയുള്ളൂ. പഴയ നോട്ടുകൾ, കൊയിനുകൾ അങ്ങനെയൊന്നും അപ്പച്ചൻ കൊടുക്കൂല. അപ്പോൾ ഈ പുതിയ നോട്ടുകൾ ബുക്കിൻ്റെ ഇടയിലായിരിക്കുള്ളൂ വെച്ചേക്കണം. അപ്പോൾ ആ പുത്തൻ നോട്ടുകൾ ഉപയോഗമൊന്നുമില്ല, വെറുതെ വെച്ചേക്കണല്ലേ, അത് അവിടെ തന്നെ ഇരിക്കും. ആ പുതിയ നോട്ടുകളായിരിക്കുള്ളൂ പെരുന്നാൾ സമയങ്ങളിൽ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ടൊക്കെ തരണത് കേട്ടോ. അതൊക്കെ മറക്കാനാവാത്ത ഓർമ്മകളാണ്. അതൊന്നും എൻ്റെ ലൈഫിൽ എൻ്റെ വിവാഹ ജീവിതത്തിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ കുട്ടികൾക്കും ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ആയിരുന്നു അപ്പം അങ്ങനെ എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ ഫാദർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ നാള് ഫാദറിന് ജോലി എടുക്കാൻ പറ്റിയില്ല. ആസ്മ രോഗം പിടിപെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാണുമ്പോഴേ നമുക്ക് വിഷമം തോന്നുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അപ്പച്ചൻ മാറി. അതോടുകൂടി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ വേറെ ബിസിനസ്സൊക്കെ തുടങ്ങി. അപ്പച്ചൻ്റെ ഈ ബിസ്ക്കറ്റ് ഡൈ വർക്ക്സൊക്കെ നിർത്തി വേറെ ബിസിനസ്സിലേക്ക് കടന്നു. ഇമിറ്റേഷൻ ഓർണമെന്റ്സ്, ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ എന്ന് പറയില്ല, ആ ഒരു ബിസിനസ്സിലേക്ക് കടന്ന് അപ്പച്ചൻ്റെ ബിസിനസ്സുകളെല്ലാം നമ്മൾ മതിയാക്കി പുതിയ ബിസിനസ്സിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കുറച്ച് വർഷങ്ങളോളം പുറത്തുനിന്ന് ജോലിക്കാരെ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മളത് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അത് വൻ നഷ്ടത്തിലേക്കാണ് വന്നത്. അതോടുകൂടിയിട്ട് അത് ആളെ മാറ്റേണ്ടി വന്ന് പിന്നെ ചേച്ചിയാണ് ആദ്യ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം മൂത്ത മോളാണ് വീട്ടിലെ. അപ്പം നമ്മളുടെ ഫാദറാണല്ലോ നമ്മളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അടുത്ത ആള് ചേച്ചിയാണ്. കാരണം അമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല, ഒരു ജോലിക്ക് പുറത്തു പോകാൻ അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പം അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചേച്ചിയാണ് മുന്നിലേക്ക് വന്ന് ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ പുതിയ ബിസിനസ് തുടങ്ങി. അപ്പോഴും ചേച്ചി ഇത് ഫോളോ ചെയ്തിരുന്നു, എല്ലാവർക്കും കൊടുക്കാനുള്ളത് ഓരോ ദിവസങ്ങളും കൊടുത്തിരുന്നു. അതിനുശേഷം ചേച്ചി കഴിച്ച് പോയതിന് ശേഷം എൻ്റെ ബ്രദർ ഏറ്റെടുത്ത്. എൻ്റെ ബ്രദർ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴും അത് തന്നെ ബ്രദറും ചെയ്ത് അമ്മക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അമ്മൂമ്മയൊക്കെ മരിച്ചു പോയിട്ട് അമ്മക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ ഇന്ന് വരെയും കൊടുക്കുന്നുണ്ട്. പിന്നെ കല്യാണം ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വൈഫ് എൻ്റെ ഫാദർ ചെയ്ത പോലെ തന്നെ വൈഫിനും ആ ഒരു ഓഹരി അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെ കണ്ടിട്ട് ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിലെ കാഴ്ച അതാണ്. ഇങ്ങനെ ഒരു ഓഹരി എല്ലാവരുടെയും കയ്യിൽ പൈസയുണ്ട്. ഒന്നാമത് കച്ചവടക്കാർ, ബിസിനസ്സുകാരെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും പൈസയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ജോലിക്കാരാകുമ്പോൾ ആ ഒരു സാലറിയുടെ സമയം ഒരു ആഴ്ച 2 ആഴ്ച നീങ്ങിയാൽ തീർന്ന് കയ്യിൽ കാലിയായി. ഇതങ്ങനെയല്ല, നമുക്ക് ഡെയിലി വരുമാനമുണ്ട്. ചെറുതാണെങ്കിൽ പോലും വരുമാനം ഉണ്ടാവും, ചിലപ്പോൾ നല്ല വരുമാനം ഉണ്ടാവും. അത് ആണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഏത് രീതിയിലാണ് ബിസിനസ് നടക്കണമെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ കൂടുതൽ കിട്ടാം, ചിലപ്പോൾ കുറവ് കിട്ടാം, പക്ഷേ പൈസ എപ്പോഴും. ചേച്ചിയും ബ്രദർ 2 പേരും കുടുംബ കാര്യങ്ങൾ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഫാദറിന് വരുമാന മാർഗങ്ങളില്ലല്ലോ. അപ്പോൾ ഫാദറിന് കൂടിയിട്ട് ഓഹരി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്കും അപ്പനുള്ള ഓഹരി കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ചേച്ചി ഒരെണ്ണം അസുഖമായിട്ടുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്കും ബ്രദർ ഓഹരി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും വീട്ടിൽ ജോലിയില്ലാതിരിക്കുന്ന എല്ലാവർക്കും, ഭാര്യയ്ക്ക്, അമ്മക്ക്, സിസ്റ്റർ, ഈ ദാനം ചെയ്യാനുള്ള ഒരു ഓഹരി മാറ്റുന്നതും അത് പണ്ടത്തെ വലിയ ഈ കുട്ടിക്കൂറയുടെ ഒരു ബിസ്ക്കറ്റ് അല്ല, പൗഡർ ടിന്നൊക്കെ ഇല്ലേ, പൗഡർ ടിന്നിൻ്റെ അകത്തൊക്കെ ഇട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്
ഇത് ദാനം ചെയ്യാനുള്ള ഒരു ഓഹരി അതും ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ പപ്പയുടെ വീട്ടിലേക്ക് വന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് പപ്പയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പപ്പയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴുള്ള സിറ്റുവേഷൻ വേറേതാണ്. കാരണം ഒരു ബിസിനസ് അല്ല. പപ്പയുടെ അപ്പച്ചൻ റിട്ടയേർഡായിട്ട് കൊച്ചിൻ പോർട്ടിൽ നിന്ന് റിട്ടയേർഡായിട്ട് ഞാൻ ചെല്ലുമ്പോൾ റിട്ടയേർഡായിട്ടിരിക്കുന്ന ഒരാളാണ്, പെൻഷനറാണ്. അപ്പോൾ അങ്ങനെ പെൻഷനാണ് അവിടെ ഞാൻ കണ്ടേക്കുന്നത്. അതുവരെയും അവർക്ക് സാലറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പെൻഷൻ കിട്ടുന്ന ദിവസം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അത് മൊത്തം മേടിച്ചുകൊണ്ട് വരുന്ന ദിവസം അതാ. പിന്നീട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ പൈസ പെട്ടെന്ന് അങ്ങോട്ട് തീരും. പിന്നെ വരുമാനമില്ല, പിന്നെ അടുത്ത പെൻഷന് വേണ്ടി കാത്തിരിക്കണം. അപ്പം അന്നത്തെ ദിവസം എനിക്കൊക്കെ ഒരുപാട് സാധനങ്ങളാണ് പപ്പട അപ്പച്ചൻ മേടിച്ചുകൊണ്ട് വരുന്നത്. പറഞ്ഞാൽ തീരില്ല. എനിക്ക് ഭയങ്കര സങ്കടം സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണു നിറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഒരു മരുമോൾ എന്നുള്ളൊരു സ്ഥാനത്ത് തന്നെ അത്രയും ഉയർന്ന സ്ഥാനത്ത് വെച്ചിരുന്നൊരു വ്യക്തിയാണ് പപ്പട അപ്പച്ചൻ. അപ്പോൾ ഒരുപാട് സാധനങ്ങളാണ് കഴിക്കാനുള്ളതും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഇവിടെ കിടക്കണ പഴയ മെഷീനൊക്കെ എൻ്റെ ഫാദർ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത് കളയാതെ സൂക്ഷിച്ചു വെച്ചേക്കണം. ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അതവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ. അന്നൊക്കെ നമ്മൾ ഡിന്നർ സെറ്റൊന്നും കണ്ടിട്ടില്ല. ആ സമയത്തൊക്കെ എനിക്ക് ഡിന്നർ സെറ്റൊക്കെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഈ പെൻഷൻ കിട്ടുന്ന സമയത്ത് പുള്ളി ഇത് കരുതി വെച്ചിട്ടുണ്ടാവും, ഈ മാസം ഇന്ന സാധനം കൊച്ചിന് കൊടുക്കണമെന്നുള്ളത്. അപ്പം അങ്ങനെ ഡിന്നർ സെറ്റ് പല സാധനങ്ങളും എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അമ്മ പറയും എനിക്കിങ്ങനെ ഒന്നും കൊണ്ടുവന്ന് തന്നിട്ടില്ല എന്ന് അമ്മ പറയാറുണ്ട്. മരുമോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഗിഫ്റ്റുകൾ. എന്തോ ഭയങ്കര ഒരു അന്നേ അത് കൂടുതൽ സംസാരിക്കില്ല ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും ഒരു സ്നേഹവും എല്ലാം തന്നിരുന്നൊരു വ്യക്തിയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാനതിങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനൊരു സംഭവമില്ല. ഒരു ഓഹരി അമ്മക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒന്നുമില്ല. അമ്മയുടെ കയ്യിൽ ചിലവിനുള്ള പൈസ കൊടുക്കും. അത് വീട്ടു ചിലവ് കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തീരും. പിന്നെ അമ്മയുടേതായ ഇപ്പം മക്കൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കാം. അപ്പോൾ അത് ആ ശീലം തന്നെയാണ് പപ്പക്കും. അങ്ങനെ ഒരു പൈസ ഒരു ഓഹരി വീട്ടിൽ കിടന്ന് ജോലി എടുക്കുന്ന നമ്മളുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കണം, അത് അവിടെ ശീലമില്ല. കാരണം അപ്പച്ചനും ചെയ്ത് കണ്ടിട്ടില്ല, ജാക്സനും ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ ഇന്ന് വരെയും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മളിൽ എത്ര പേർക്ക് അത് ആഗ്രഹമുണ്ടല്ലേ, എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി കയ്യിൽ കിട്ടണമെന്ന് ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഇല്ലേ? കാരണം ഈ വീട്ടിലുള്ള ജോലികൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ചെയ്യുമ്പോഴാണ് അവർ പറയുന്ന പൈസ, അവർ പറയുന്ന ആ ജോലിക്കുള്ള ആ പൈസ, അതിൽ നിന്നും വ്യത്യസ്തമായി എക്സ്ട്രാ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേറെ പൈസ വേണമെന്ന് അവർ പറയും ഇല്ലേ? ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളടുത്ത് ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇപ്പം ഈ നമ്മുടെ വീട്ടിൽ 5 പേര്, 3 മക്കളും അപ്പനും അമ്മയും, റൂബിയുണ്ട്. ഞാനും പപ്പയും റൂബിയും മാത്രമായിട്ട് കുറച്ച് 2-3 മാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോലി കുറവാണ്. ഓരോരുത്തരും മക്കൾ വന്ന് കഴിയുമ്പോഴത്തേക്കും ജോലി ഭാരം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരാൾ കൂടിയാൽ മതി വീട്ടിൽ, അത്രയും ജോലി ഭാരം കൂടും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് വർക്ക് കൂടുതൽ ചെയ്യുന്നതാണ്. നമ്മൾ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ട്? ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഈ സർവീസ് അവർ സ്വീകരിക്കുന്നതല്ലാതെ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവരിതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾക്കായിട്ട് ഒരു പൈസ എൻ്റെ വിവാഹശേഷം എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് നമുക്ക് ജാക്സൺ എല്ലാത്തിനും ഈ എന്ത് കാര്യങ്ങൾക്കും ഫ്രീഡം തന്നേക്കുന്ന ആളാണ്, അല്ലാതെ വേറെ കുഴപ്പങ്ങളില്ല. പക്ഷേ കണക്കുണ്ട് എല്ലാത്തിനും. കാരണം പുള്ളിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുക്കുമ്പോൾ പുള്ളിക്ക് മെസ്സേജ് ചെയ്യും. അപ്പം ഇത് എന്തിനാണ് എടുത്തത് എന്നുള്ളത് നമ്മൾ പറയണം. അല്ലാതെ ഇപ്പം നമ്മൾക്ക് ഇത്തിരി രഹസ്യമായിട്ട് ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റൂല. കാരണം അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അറിഞ്ഞിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു അത് അങ്ങനെ കൊടുക്കാനാണ്. ഓക്കെ ശരി, കൊടുത്തോ, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് എന്തിനു കൊടുത്ത് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയൊന്നും പറയൂല. പക്ഷേ എങ്കിലും നമ്മളുടെ മനസ്സിൽ എല്ലാത്തിനും കണക്കുണ്ടല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. എനിക്കുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എനിക്കുള്ള ഭൂരിഭാഗം ആളുകൾക്കെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എടുത്തങ്ങോട്ട് ചിലവാക്കാം, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലും തുടങ്ങിയത്. എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ നമ്മൾക്കായിട്ട് എന്തെങ്കിലും വേണ്ടതെന്ന് വിചാരിച്ചിട്ട്. സംഭവം ഇപ്പോൾ പപ്പയുടെ അക്കൗണ്ടിൽ കിടക്കണ പൈസ എനിക്ക് എൻ്റെ കയ്യിലുണ്ട്, ATM കാർഡ്, എനിക്ക് വേണമെങ്കിൽ പോയിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോഴും അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ മെസ്സേജ് പപ്പയുടെ ഫോണിലെത്തും. ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പൈസ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തന്നെയല്ലേ മെസ്സേജ്, ഒരാളോടും എനിക്ക് കണക്ക് പറയേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്,
അല്ലാതെ പൈസ എടുത്തു പോകരുത്, തൊടാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എടുക്കാം, ഇപ്പം ചോദിക്കാതെയും എടുക്കാം. പക്ഷേ അത് ഒരു മറുപടി നമ്മൾ പറയേണ്ട സാഹചര്യമുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ട് എടുത്തെന്നുള്ളത്. കാരണം വീട്ടു ചിലവുകൾ എല്ലാം ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് മേടിച്ച് അതൊക്കെ അവർക്കറിയാമല്ലോ. അല്ലാതെ ഈ പൈസ എന്തിനെടുത്ത് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് ഒരുപാട് വീട്ടമ്മമാർ അനുഭവിക്കുന്ന ഒരു കാര്യം. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ആ ഒരു കാര്യം പറഞ്ഞാണ്. ചെറുപ്പം മുതൽ ഞാനത് കണ്ടിട്ടുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞ് പപ്പയുടെ വീട്ടിൽ വന്നപ്പോൾ അതിവിടെ പ്രാവർത്തികമാക്കാൻ പറ്റൂല. കാരണം അവരാണ് നമുക്ക് തരേണ്ടത്, അത് ഇതുവരെയും തന്നിട്ടില്ല. അപ്പോൾ ഈ ജോലി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. ജോലി വേണമായിരുന്നു എന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിക്ക് പുറത്തു പോകാൻ മടിയുള്ള ഒരാളുമായിരുന്നു ചെറുപ്പം മുതലേ. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ജോലിക്ക് പുറത്തു പോയി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത്. പപ്പ എന്നെ വിവാഹം കഴിക്കാൻ വന്നപ്പോഴും ജോലിയില്ലാത്ത പെൺകുട്ടി മതി എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ അത്യാവശ്യം എഡ്യൂക്കേഷൻ വേണം. കാരണം കുട്ടികളൊക്കെ ആയിക്കഴിയുമ്പോൾ അവരുടെ പഠന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ BCom ഫൈനൽ ഇയർ ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ അത് കംപ്ലീറ്റ് പോലും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. വിവാഹം കഴിയുമ്പോൾ കുട്ടികളെ അങ്ങനെ അങ്ങോട്ട് പോയി. കാരണം ഇവർക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ പിന്നെ പഠനത്തിലുള്ള ശ്രദ്ധയൊക്കെ പോയി. പഠിക്കാനായിട്ട് എനിക്ക് മടിയാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പഠിക്കാൻ. പിന്നെ പഠിക്കണ്ടേ എന്ന് വിചാരിച്ച് പഠിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകാത്ത പെൺകുട്ടിനെ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് അങ്ങനെയാണ് പപ്പയുടെ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞു വന്നത്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കുട്ടികളാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അവർക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ കുട്ടികളുടെ കൂടെ 24 മണിക്കൂറും സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് പപ്പയുടെ ഈ ഒരു മെൻറ്റാലിറ്റി കൊണ്ടാണ്. ജോലിക്ക് പോകുന്ന ഭാര്യനെ വേണ്ട എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കൊണ്ട് മാത്രമാണ് എനിക്ക് കുട്ടികൾ. അത് ഞാൻ എപ്പോഴും പപ്പയുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഈ കുട്ടികളൊക്കെ മാന്യന്മാരായിട്ട് വന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ജാക്സ? അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് അറിയാമോ ജാക്സ എന്ന് ഞാൻ ജാക്സിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ജാക്സൺ പറ, അത് നിനക്ക് തന്നെ, നീയല്ലേ കുട്ടികളെ നോക്കിയത്, ഞാൻ നാട്ടിലില്ലാത്ത ആളല്ലേ എന്ന് പറയും. അപ്പം ഞാൻ പറയും, അല്ല, ആ ക്രെഡിറ്റ് പപ്പക്ക് തന്നെ ഉള്ളതാണ്. കാരണം പപ്പയാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ജോലിക്ക് പോകണ്ട, വീട്ടിൽ സ്ഥിരം ഉണ്ടാകണം എന്നുള്ളത് പറഞ്ഞേക്കുന്നത് പപ്പയാണ്. അതിനുള്ളൊരു അവസരം ഒരുക്കി തന്നത് പപ്പയാണ്. അപ്പം അതുകൊണ്ട് പപ്പക്ക് തന്നെയാണ് ക്രെഡിറ്റ് എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൽ പെടുന്ന കാര്യമല്ല, എങ്കിലും ഞാൻ പറഞ്ഞ് വന്ന വഴിക്ക് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ കാര്യം ഇതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതാം. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇതുപോലെ പോക്കറ്റ് മണി തന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കലും പറയലും ഇല്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. ഇനി പോക്കറ്റ് മണി തന്നിട്ട് ഇത്രയും രൂപ നിൻ്റെ കയ്യിലുണ്ടല്ലോ, അതെടുത്ത് ചിലവാക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാർ ഉണ്ട്. അപ്പോൾ അതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ ഭർത്താവ് ഉള്ളത്? എനിക്കേതായാലും നിങ്ങൾക്ക് മനസ്സിലായില്ല. എനിക്കങ്ങനെ ചിലവ് ചെയ്യാനുള്ള പൈസ ഇന്ന് വരെ ഒരു ഓഹരി എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ തന്നിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ ഭക്ഷണം വിളമ്പുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കുട്ടികൾ പറയേ, ഇത് ഇങ്ങനെയല്ല, ഇതിൻ്റെ രുചി ഇങ്ങനെയല്ല, നമ്മൾ ആ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ സംഭവത്തിന്, ആ രുചി ഇവിടെ കിട്ടണില്ലല്ലോ എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് ചില സാധനങ്ങൾ വെക്കുമ്പോൾ. അപ്പം ഞാൻ പറയും, അവിടുത്തെ ഷെഫിന് ലക്ഷക്കണക്കിന് രൂപ സാലറി കൊടുത്താണ് അവർ നിർത്തിയേക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് രുചിയുള്ളത്. എനിക്ക് നിങ്ങൾ എന്താ തരുന്നത്? നിങ്ങൾ സാലറി തരുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തരുന്നുണ്ടോ? കുക്കിങ് മാത്രമല്ല, വീട്ടിലെ സർവ്വ പണി ഓടി നടന്ന് ചെയ്യുന്ന എനിക്ക് നിങ്ങൾ വല്ലതും തരുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 പേരെ മാറ്റി മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരാളെ പറ്റാതെ മാറ്റി അടുത്ത ആളെ നിർത്തി, 2 പേരെയും പറ്റാതെ പിന്നെ ഈ പരിപാടി വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഒഴിവാക്കിയതാണ് കേട്ടോ. ഒരാൾ വീട്ടിൽ തന്നെ നിന്നിട്ട് വീട്ടിലെ ജോലികൾ ചെയ്യാൻ പരുവത്തിൽ അങ്ങനെ ആയിരുന്നു. പിന്നെ ഒരാൾ വന്ന് ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്. 2 രീതിക്കും നമുക്ക് ചേർന്ന് പോവില്ല. അത് എൻ്റെയും കൂടി കുഴപ്പം കൊണ്ടാണ്. പെട്ടെന്ന് തന്നെ അയ്യോ ഇതെന്ത് ഇത്ര സ്ലോ ആയിട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് യോജിക്കാൻ പറ്റാതെ. യോജിച്ച് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, ജോലിക്കാരെ നിർത്തി അവർ നല്ല രീതിക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് യോജിച്ച് പോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ എല്ലാവരും ഒഴിവാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പപ്പ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് പപ്പ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പപ്പ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും പപ്പ ചില കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ പോകാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ആളിവിടെ ഇല്ല. അപ്പം നമ്മൾ മൊത്തത്തിൽ എല്ലാ ജോലികളും ചെയ്യണം. പിന്നെ വരുമ്പോൾ വീട്ടിൽ കുറച്ച് നാൾ നിൽക്കുമല്ലോ, ആ സമയത്തും പപ്പ ഹെൽപ്പ് ചെയ്ത് തരും. അല്ലാതെയുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം നമ്മൾ ഇത്രയും ജോലി ചെയ്തിട്ടും നമ്മൾക്ക് നിങ്ങൾ എന്തെങ്കിലും തന്നിട്ടുണ്ടാ എന്നുള്ള ചോദ്യം ചോദിക്കും. എനിക്ക് വേണ്ടത് എല്ലാവരും മേടിച്ചു തരെല്ലാം ചെയ്യും. പക്ഷേ ഒരു പോക്കറ്റ് മണി എന്നുള്ള കണക്കിന് എന്തെങ്കിലും മാസത്തില എന്തെങ്കിലും തന്നിട്ടുണ്ട്? ആരും ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ വിവാഹ ജീവിതത്തിൽ ആ ഒരു പോക്കറ്റ് മണി എന്ന് പറഞ്ഞൊരു സംഭവം തന്നിട്ടില്ല. അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പം നാളെ നമുക്ക് അടുത്തൊരു റൊട്ടീൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.